എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ കാലമായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഇന്ന് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് മണിക്കുട്ടീനായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. മണിക്കുട്ടി കുറേ കാലമായി ഞങ്ങളെപ്പോൾ വണ്ടി എടുക്കുമ്പോഴും അവൾ ഓടി വരും വണ്ടിയിൽ കയറാനായിട്ട്. അപ്പോൾ അവളായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. മണിക്കുട്ടി അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൾ ഓടി വന്ന് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അവൾക്കറിയൊന്നുമില്ല ഞാൻ അവളെയും കൊണ്ടാണ് പോകണമെന്നുള്ളത്. പക്ഷേ കാറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൾക്കൊരു സംശയം തോന്നി, ഞങ്ങൾ പോവുകയാണെന്ന് സംശയം തോന്നിയിട്ട് അവൾ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഞങ്ങൾ അവളായിട്ട് പോവുകയാണ്. പട്ട കെട്ടില്ലേ? പട്ട കെട്ട്. വായോ വാ, അപ്പോൾ കയറുണ്ട്. വാ അവൾ കയറിയിരുന്നു കേട്ടോ. ഞാൻ കയറിയപ്പോൾ അവളും കയറി ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എടുക്കാൻ വേറെ ആൾ വേണ്ടി വരും. അവൾ റെഡി ആയിരുന്നുണ്ട്. നമുക്ക് എവിടിച്ച പോകേണ്ടത്? എവിടിച്ച പോകണ്ടേ? അപ്പം ഞങ്ങൾ വണ്ടി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് മനസ്സിലാവില്ല വണ്ടിയില്ല. നമ്മുടെ ബാഗിലേക്ക് നീങ്ങി അങ്ങനെ മണിക്കുട്ടി വണ്ടിയിൽ കയറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ്. ബാക്കിൽ പിള്ളേർ ഉണ്ട്. പിള്ളേരുടെ ഭയങ്കര ബഹളം, കളിക്കുകയാണ് പിള്ളേർ റോട്ടിൽ. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പോൾ അവരുടെ കളികൾ നടക്കുന്നുണ്ട്. ഭയങ്കര ബഹളമൊക്കെ ഉണ്ട്. മണിക്കുട്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ വണ്ടി എടുക്കാൻ പോവാം കേട്ടോ. ഇതിന് വീഡിയോയിൽ വരുത്തു ഞാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടാ. മണിക്കുട്ടി രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. സാധാരണ അവളെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊണ്ടുപോവാറ്. അപ്പോൾ അവളുടെ വിചാരം ഇപ്പോഴും ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അവൾ പേടിച്ചിട്ടാണ് നോക്കുന്നത്. എന്നാലും പുതിയ സ്ഥലങ്ങളാണ് കാണുന്നത്. സ്ഥിരം പോകുന്ന വഴി കൂടി അല്ല പോകുന്ന പുതിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അവൾ ചുറ്റുപാടും നോക്കുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറി പോകുന്ന ആ സ്റ്റെപ്പ് കണ്ടില്ലേ, അത് ഞാൻ പഠിച്ചിരുന്ന കോളേജാണ് കേട്ടോ. കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജ് എന്ന് പറയും. അതിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള കുന്നംകുളത്തിൻ്റെ ഒരു സൈഡിൽ വെട്ടിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകണത്. അതൊരു കോൾപ്പാടാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണത്. മഴക്കാലമൊക്കെ ആയാൽ നിറച്ച് വെള്ളമായിട്ട് കടൽ പോലെ കിടക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ് കേട്ടോ. ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ അതിലുള്ള വെള്ളം മുഴുവൻ അതിൻ്റെ അങ്ങേ സൈഡിലേക്ക് അടിച്ച് കയറ്റിയിട്ട് ഇവിടെ കൃഷി ചെയ്യും. നെൽകൃഷി ചെയ്യും. പിന്നെ നെൽകൃഷി കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വറ്റി വരണ്ടി കിടക്കും മഴക്കാലം വരെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ വെട്ടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് അപ്പുറത്തേക്ക് ബണ്ട് എന്ന് പറയും. ബണ്ടിൻ്റെ അപ്പുറത്തേക്ക് അടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ കടൽ പോലെ കിടക്കും. ഇതാണ് അതിൽ കൂടെ പോകുന്നൊരു തോട് കേട്ടോ, വെട്ടിക്കടവിലെ തോട്. ഇതിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് അങ്ങേ സൈഡിലേക്ക് കയറ്റുക. നെല്ല് കൊയ്ത് കഴിഞ്ഞു എന്നിട്ട് അത് കയറ്റിക്കൊണ്ട് പോകാനുള്ള ലാറികളാണ് അവിടെ വന്ന് കിടക്കുന്നത് കേട്ടോ. പാടമൊക്കെ ഇപ്പോൾ ഉണങ്ങിക്കെടുക്കുകയാണ്. അത്ര ഉണങ്ങിയിട്ടല്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത്ര ഉണങ്ങിയിട്ടില്ല. എന്നാലും ഇങ്ങനെ ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി. ഞാൻ മണിക്കുട്ടിയുടെ കഴുത്തിൽ പട്ട കെട്ടി കൊടുക്കട്ടെ. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അവൾ ഇറങ്ങിയിട്ട് എവിടേക്കെങ്കിലും ഓടി വേറെ ഏതെങ്കിലും ഡോഗ്സൊക്കെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അവളുടെ കഴുത്തിൽ പട്ട കെട്ടി കൊടുത്തത്. അപ്പോൾ നമുക്കൊരു കൺട്രോൾ കിട്ടുമല്ലോ. അങ്ങനെ പട്ട കെട്ടി കഴിഞ്ഞിട്ട് അതിന് ഞാൻ അവളെ ഇറക്കാണ്, പുറത്തേക്ക് ഇറക്കിയിട്ടാ. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയിട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടി പോന്നിട്ട് ഒരു 2-3 കിലോമീറ്റർ പോന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കോളുപാടുണ്ട്. കൃഷി ചെയ്യണൊരു സ്ഥലമാണ്. ഇവിടെ വെള്ളം നിറച്ച് നിർത്തിയിട്ട് കൃഷി ചെയ്യുന്നൊരു സ്ഥലം. ഒരു പ്രാവശ്യം കൃഷി ചെയ്യുള്ളൂ.
അതിപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിള്ളേരവിടെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു ഏരിയയാണത്. നമ്മുടെ ശ്രീരാമേട്ടനൊക്കെ എപ്പോഴും വന്നിരിക്കുന്നതാണ് അവിടെ ഒരു ആ മരത്തിൻ്റെ ചുവട്ടിലൊരു കസേരയൊക്കെ ഉണ്ട് ആൾക്ക്. ആളെപ്പോഴും അവിടെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് വെട്ടിക്കടവ് എന്ന് പറയാം കേട്ടോ. കുന്നംകുളം വെട്ടിക്കടവ് എന്ന് പറയും. ഇവിടെ എപ്പോഴും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി കിടക്കുന്ന ഒരു കടൽ പോലെ കിടക്കുന്ന സ്ഥലമാണ്. വർഷക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 2 മാസമായിട്ടുള്ള വെള്ളം കുറഞ്ഞിട്ട് വെള്ളം ഇല്ലാതെയായിട്ട് കൃഷി തുടങ്ങിയാലാണ് വെള്ളം ഇല്ലാതെയാവുക. അത് കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ജൂൺ മാസത്തോടു കൂടി വെള്ളമാവുള്ള മഴ തുടങ്ങിയാൽ. മണി എവിടേക്കാണ് വന്നിരിക്കുന്നത്? മണിക്കുട്ടിക്ക് ഇതൊരു പുതിയൊരു സ്ഥലമാണ് കേട്ടോ. അവള് ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടില്ല. അവള് കാറിൽ വന്നപ്പോൾ പേടിച്ചിട്ടായിരുന്നു ഇഞ്ചക്ഷൻ ചെയ്യാനാന്ന് കരുതിയിട്ട്. അവളെ കാറിൽ കൊണ്ടുപോയിട്ടുള്ളതൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ആണല്ലോ. അതുകൊണ്ട് അവൾ പേടിച്ചിട്ടായിരുന്നേ. പക്ഷെ ഇപ്പോൾ അവൾക്ക് വലിയ പേടിയൊന്നും ഇല്ലാന്ന് തോന്നണു. ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നടക്കാൻ പോവാം. വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കണം. മണിക്കുട്ടി പുതിയൊരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെയൊക്കെ മണ്ണെടുത്ത് നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഒരു പുതിയൊരു സ്ഥലമാണല്ലോ. വേറെ ആൾക്കാരുടെ ടെറിട്ടറി ആണെന്നൊക്കെയാണ് അവൾ സ്മെല്ലെടുത്ത് നോക്കണേന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വിശാലമായ പാടാണ് കേട്ടോ. അതിൻ്റെ നടുക്ക് കൂടി ഒരു റോഡ്, പിന്നെ അങ്ങേ സൈഡും പാടം ഇങ്ങേ സൈഡും പാടം. നല്ല കാറ്റുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. നല്ല കാറ്റാണ്. നല്ല എന്താ സുഖമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. നടക്കുക. അവളിങ്ങനെ മണെടുത്തുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. ആയോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഞാൻ ഈ റോട്ടിൽ കൂടെ ആദ്യമായിട്ടാണ് ഇവിടെ. വല്ലപ്പോഴൊക്കെ വരാറുണ്ടെങ്കിലും ഈ റോഡിൻ്റെ തുടക്കം വരെ ഞാൻ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് വന്നിട്ടില്ല. നല്ല ഒരു സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ. ഈ ഒരു സൈഡിലൊക്കെ വീടുകളാട്ടോ. അപ്പോൾ അവർക്ക് വീട്ടിൽ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ AC ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഫാനൊന്നും ഇടേണ്ട കാര്യമില്ല. അത്രയ്ക്കും നല്ല തണുത്ത കാറ്റാണ് ഈ പാടത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഈ റോഡ് ഇങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പാർക്കിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. മണിക്കുട്ടി അവിടെ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവിടെ 2-3 ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാനായിട്ട് കേട്ടോ. ഇവിടെ നല്ല വീടുകളുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല രസമുള്ള ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീടുകളുടെ സൈഡിലൊക്കെ കേട്ടോ. അധികം വീടുകളൊന്നുമില്ല, ഒരു 5-6 വീടേ ഉള്ളൂ. എങ്കിലും അവർക്കൊക്കെ നല്ല തണുത്ത കാറ്റേറ്റ് നല്ല സുന്ദരമായ കാഴ്ചകളും കണ്ട് നല്ലൊരു ലൊക്കേഷനിലാണ് അവർ വീട് പണിതിട്ടുള്ളത്. ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കട്ടെ. ഈ റോഡ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഈ റോഡ് ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് ഇനി. അത് കഴിഞ്ഞാൽ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു ഇതാണ് കേട്ടോ. അവിടേക്ക് വണ്ടികളൊക്കെ ഇങ്ങനെ ചെറിയ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു ഇതുണ്ട്, നടപ്പാത പോലെയുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇനി. ഞാനും മണിക്കൂട്ടിയും കൂടി പാടത്തേക്ക് ഇറങ്ങാം കേട്ടോ. മണിക്കൂട്ടിക്ക് ഇത് തീർത്തും ഒരു പുതിയ സ്ഥലമാണ്. അവളിങ്ങനെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണിക്കുട്ടി ഈ പോണ വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡോഗ്സൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. കാരണം അവർക്ക് ആ സ്മെല്ല് ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അത്ര. അപ്പോൾ അത് ഇവളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യമായി അവൾ മൂത്രം ഒഴിച്ച് തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാടത്തേക്ക് ഇറങ്ങി. ഇതിൽ കൂടെ ഒരു ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്, ഒരു ഹൈ വോൾട്ടേജിൻ്റെ ലൈൻ പോകുന്നുണ്ട് കേട്ടോ ഈ പാടത്തിൽ കൂടെ. അവിടെ കുറേ ആടുങ്ങളും കുറച്ച് പശുവും കുറേ ആടൊക്കെ അവിടെ പാടത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാടത്തുനിന്ന് ഈ പുഴയിൽ നിന്ന് ഈ തോടുണ്ട് കേട്ടോ അവിടെ. ഈ തോട് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തേക്ക് ചെന്ന് അവിടെ വേറൊരു റോഡുണ്ട്. ഈ റോഡിന് പാരലായിട്ട് വേറൊരു റോഡുണ്ട്. അത് ഏകദേശം ഞങ്ങളുടെ ഭാഗത്ത് എത്തിയിട്ടാണ്. അവിടെ പോണ വഴിക്ക് ഒരു ആനക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്
ഈ തോടിനൊരു ആനക്കുണ്ടുണ്ട്. പണ്ട് ആന താന്നു പോയ സ്ഥലം എന്നാണ് പറയണത്. അങ്ങനെയാണ് പറയണത്, ആനക്കുണ്ട് എന്ന്. അതൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആനക്കുണ്ട് എന്നാണ് പറയുക. അങ്ങനെ ചളി ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ചളിയിൽ ആന അങ്ങനെ താന്നു പോയി എന്നാണ് പറയണത്, ആനക്കുണ്ട്. അത് കഴിഞ്ഞാൽ ചെറുവള്ളിക്കടവ് എന്ന് പറഞ്ഞ ഒരു പാലമുണ്ട്. അതിന് ചെർലിക്കടവ് എന്ന് ഞങ്ങൾ പറയാം. ഇത് വെട്ടുകടവ്, അത് ചെർലിക്കടവ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു റോഡും ഇവിടെ ഒരു റോഡും, അതിൻ്റെ അപ്പുറത്തിന് വേറൊരു റോഡുണ്ട്. അങ്ങനെ 3 റോഡുകളാണ് ഈ പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. അതൊരു തുരുത്താണ്, ആ കാണുന്നത് ഒരു തുരുത്താണ് കേട്ടോ. അതിൻ്റെ തുരുത്ത് എന്ന് പറഞ്ഞൊരു ദ്വീപ് പോലെയാണ്. ആ ഒരു സ്ഥലം മാത്രം. അതിൻ്റെ 4 സൈഡും മഴക്കാലമായ വെള്ളം വരും. ഇപ്പോൾ അതിലേക്കൊരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് അതിലേക്ക് റോഡൊന്നും ഇല്ലായിരുന്നു. വഞ്ചിയിലൊക്കെ അതിലേക്ക് വന്നിടുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ അതിലേക്ക് വഞ്ചിയിലാണ് വന്നിടുന്നത്. അതിലിപ്പോൾ ഒരു 10-15 വീടുകളുണ്ടെന്നുണ്ട്. പണ്ട് ആകെ ഒരു വീടാണ് അതിലുണ്ടായിരുന്നത്. അതൊരു തുരുത്ത്, കാക്കത്തുരുത്ത് എന്നാണ് അതിന് പറയുക കേട്ടോ ഇവിടെ. കാക്കകൾക്ക് മാത്രം വന്നെത്താവുന്ന ഒരു തുരുത്തിന്. കാക്കത്തുരുത്ത് കുറേ തുരുത്തുണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഈ പൂവുകൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കി ഇതെല്ലാം എല്ലാ പാടത്തുണ്ടാവും ഉണ്ട്, പക്ഷെ അതിങ്ങനെ കൂട്ടായിട്ട് അവിടെയൊക്കെ പക്ഷെ നിൽക്കുന്നത് ഇതിൽ കാണുന്നില്ല അല്ലേ. അവിടെ നോക്കി അതിലേക്ക് കിട്ടുന്നില്ല, ഇതിൽ ക്ലിയർ ആവുന്നില്ല. പൂവാ ഇവിടേക്ക് പോണേ, ഇവിടേക്ക് പോണത്. ഈ പാടത്ത് നിറയൊരു കുറ്റിച്ചെടി ഉണ്ട് കേട്ടോ. അതിൽ ഇങ്ങനെ ചെറിയ മഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അതെല്ലാ പാടത്തും ഉണ്ടെന്നാണ് ജോബി പറയണത്. പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ. ഇതാ ഇവിടെയാണ് ഈ ആടുകൾ നിൽക്കുന്നത്. കുറേ ആടുകൾ മേയുന്നുണ്ട്. പിന്നെ ഒരു പശുവുണ്ട്, അതിനെ മേയ്ക്കാനായിട്ടൊരു ചേച്ചി ഉണ്ട് കേട്ടോ ഇവിടെ. ആ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ വരാറുണ്ട്. അതെന്ത് പണ്ട് ആന അതുള്ള തന്നെയാ ആന താങ്ങുന്ന ആനയും പാപ്പാനും കൂടിയിട്ടാ. അതെയാ ഉള്ളത് തന്നെയാണല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. ചളിയിൽ താന്നല്ലേ. ആ ഈ തോടനല്ല നിൽക്കുന്നത്, ചെർലിക്കടവിൽ. ആ ഇവിടെ മരങ്ങളൊക്കെ മുറിച്ചില്ല. അവിടെ ശ്രീരാമേട്ടനൊക്കെ വന്നിരിക്കുന്ന ഒരു മരം നടന്നു, അതൊക്കെ മുറിച്ചില്ല. ആരപ്പത് മുറിച്ചത്? കോൾപ്പാടക്കാരൻ. ആ ആ ഇവിടുത്തെ മാത്രം മുറിച്ചൂല, ഇവിടുത്തെ മാത്രം മുറിച്ചൂല. എൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അല്ലേ. ആ മുറിച്ചതാ നിൽക്കണത് അല്ലേ. ഇത് വെള്ളം ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയല്ലോ. അപ്പുറത്തെ പാലത്തിനെന്താ പറയാ, ബണ്ടിന്റെ അവിടെ ബണ്ട് തന്നെ പറയാല്ലേ. ഇത് വെട്ടിക്കടവ് അല്ലേ, മറ്റേ തിരുത്തിക്കാട് ബണ്ട്. അതാണ്ട് കടന്ന തിരുത്തിക്കാടായില്ല, JP യുടെ ഒക്കെ വീടിന്റെ ഭാഗമായി. പോവാ. ആ അതെല്ലേ. അങ്ങനെ ഞങ്ങൾ പാടത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ച് നടന്നു തുടങ്ങിയിട്ടാ. ഞാൻ നടക്കുമ്പോൾ ചെറിയൊരു ആട്ടമുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ കാൽമുട്ടിന് നല്ല വേദനയുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ആടുന്നത്. പിന്നെ ബാക്കിൽ വീഡിയോ എടുക്കുന്ന ആളും നടക്കുകയാണ്. അപ്പോൾ ആ ആൾ നടക്കുന്നതിൻ്റെ ഒരു ആട്ടം എല്ലാം കൂടിയിട്ട് നമ്മുടെ വീഡിയോയിൽ ഒരു ആട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിതാ അങ്ങോട്ട് റോട്ടിലേക്ക് കയറി തുടങ്ങി. മണിക്കുട്ടി നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അവൾ ആ പോകുന്ന വഴിക്കൊക്കെ മൂത്രം ഒഴിച്ച് വെച്ചപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ സ്മെല്ലൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവൾ വഴി തെറ്റാതെ മണമെടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ആ മരം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് ആ വീട്ടിൽ അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു പൂമരമാണത്. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അതുമ്പോൾ പൂവുണ്ടായി കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. ഇപ്പോൾ ഇലകൾ തന്നെ ഇങ്ങനെ കാണാൻ അത്രയും ഭംഗിയുണ്ട്. മണിക്കുട്ടി ആ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. ചെറിയൊരു ഒരു മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഒട്ടുമാവാന്ന് തോന്നുന്നുണ്ട്. ഒരു മാങ്ങ തന്നെ കാണാനുള്ളത് അതുമ്മ. ഞാനിവിടെ ബെഞ്ചിൽ ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള ഇത് വിട്ടുപോയിട്ടാ. അപ്പോൾ അവൾ പതുക്കെ ഒന്ന് ഓടാൻ നോക്കി. കുറേ നേരമായി ഞങ്ങൾ നടക്കണം. അപ്പോൾ കാല് കടഞ്ഞു, അല്ലെങ്കിൽ കാലിന് വേദനയുണ്ട്. അപ്പോൾ കാലിന് ഒരു കടച്ചിലുണ്ടായി. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു തേങ്ങയുണ്ടായിട്ടുണ്ട്. അവളില്ലാന്ന് അവൾക്ക് കിട്ടേണ്ട ഇഞ്ചക്ഷൻ കിട്ടിയിട്ടില്ല. കേറടി വായു പപ്പ് കയറാം. വാ പോയോ? സീറ്റ് കേടാക്കുമല്ലോ ദൈവമേ. സീറ്റ് കേടാക്കുമല്ലോ. കുപ്പയുടെ സീറ്റ് കേടാക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ. മണിക്കുട്ടീനെ കാറിൽ കയറ്റി വണ്ടി എടുക്കാൻ പോവുകയാണ്. അവൾ തന്നെ കയറിയില്ല. ഞാനാദ്യം കയറിയിരുന്നാലേ അവൾ കയറണുള്ളൂ. മറ്റത് ഡോറ് തുറക്കുമ്പോഴേക്കും അവൾ കയറാറുണ്ട്. അപ്പോൾ തിരിച്ചുള്ള യാത്ര തുടങ്ങി ഞങ്ങൾ. അവൾ സുഖമായിട്ട് സീറ്റിൽ കിടന്നു കേട്ടോ. കാഴ്ചകളും കണ്ട് കിടക്കുകയാണ് അവൾക്കൊരു ആശ്വാസമായി എന്നുണ്ട്. കാരണം ഇപ്രാവശ്യം ഇഞ്ചക്ഷനൊന്നും കിട്ടിയിട്ടില്ല അവൾക്ക്. അതുകൊണ്ട് അവൾക്കൊരു ആശ്വാസമായി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. It's alive. It's a big live. Okay. Yeah. 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 അങ്ങനെ ഞങ്ങളൊന്ന് കറങ്ങി തിരിച്ചു വന്നു കേട്ടോ. മണിക്കുട്ടി കുറേ കാലമായിട്ടുണ്ട് അങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം അവിടെ. എല്ലാവരും പറയും കൊണ്ടുപോവാൻ. അപ്പോൾ ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നതാണ് ഒരു വീഡിയോ ആയിട്ട്. ഇനിയും ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.